ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നു എന്ന അറിയിപ്പ് മതപണ്ഡിതന്മാർക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനുശേഷം വിശദമായ കൂടിയാലോചനകളിലേക്ക് മതപണ്ഡിതർ കടക്കുകയാണ്. അത് ഉറപ്പിക്കുന്നതിനായി ചെറിയ പെരുന്നാളാണ് എന്ന് ഉറപ്പിക്കുന്നതിനായി നാളെ ഈദുൽ ഫിത്ർ അഥവാ ശവ്വാൽ വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കാലം പൂർത്തിയാക്കിക്കൊണ്ട് കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും വിശ്വാസികൾ. മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നു. പൊന്നാനിയിലാണ് മാസപ്പിറവി കണ്ടിരിക്കുന്നത്. അത് മതപണ്ഡിതരെ അറിയിച്ചു. അതിനുശേഷം അവർ അത് സംബന്ധിച്ച വ്യവസ്ഥാപിതമായ ചില രീതികളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രകാരം നടത്തിയ പരിശോധന, അതിനുശേഷം അത് ഉറപ്പിക്കുന്നു. നാളെയാണ് കേരളത്തിൽ ചെറിയ പെരുന്നാൾ. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ ദിനരാത്രങ്ങൾക്കൊടുവിൽ നാളെ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം പകർന്നുകൊണ്ട് അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. കുടുംബ വീടുകൾ സന്ദർശിച്ചും ബന്ധം ദൃഢമാക്കിയും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുമൊക്കെ ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചെറിയ പെരുന്നാൾ സംബന്ധിച്ച പ്രഖ്യാപനം വന്നിരിക്കുന്നു. കേരളത്തിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. ഇന്ന് മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നു. പൊന്നാനിയിൽ മാസപ്പിറവി ദൃശ്യമായി. അതിനുശേഷം നടന്ന കൂടിയാലോചനകൾക്ക് ശേഷം മതനേതാക്കൾ തന്നെ, മതപണ്ഡിതന്മാർ തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയാണ്. ഇനി ആഘോഷത്തിൻ്റെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബ വീടുകൾ സന്ദർശിച്ചും ബന്ധം ദൃഢമാക്കിയും പരസ്പരം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം കൈമാറിയും ആശംസകൾ കൈമാറിയും ഒക്കെ വലിയ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടക്കാൻ പോകുന്നു. നമുക്കറിയാവുന്ന ആരും പട്ടിണി കിടക്കുന്നില്ല എന്നടക്കം ഉറപ്പാക്കിക്കൊണ്ട് വലിയൊരു സന്ദേശം പകർന്നുകൊണ്ട് വീണ്ടും ഒരു പ്രതികരണത്തിലേക്ക്. ഒരാൾക്ക് 3 ലിറ്റർ 200 മില്ലി എന്ന തോതിൽ ഏകദേശം 3 കിലോ ഇവിടെ ലിറ്റർ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് ജുമാ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കലാണ് ഏറ്റവും അത്യുത്തമം. ഈദുൽ ഫിത്ർ ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ശുദ്ധീകരണത്തിൻ്റെ ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിരുന്നൂട്ടുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാൾ. ആ പെരുന്നാളിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ഹൃദയശുദ്ധിയോടെ, ആത്മനവീകരണത്തോടെ, ആത്മസംതൃപ്തിയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ്. നാളെയാണ് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ.